മുത്തേ മുത്തേ എന്താ ഇവിടെ വന്നിരിക്കുന്നേ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന്? എന്തു പറ്റി കുഞ്ഞായി? നിന്നെ ഇനി അകത്ത് കയറ്റില്ല കേട്ടോ. എന്താണെന്നറിയോ, ഇന്നലെ ബിന്ദമ്മയുടെ കാല് കടിച്ച് പറിച്ച് എത്ര എടുത്താണ്, 2 പല്ല് ഇറങ്ങി. ബ്ലഡാണെങ്കിൽ അതിനേക്കാളും കഷ്ടമായിട്ടാണ് ഒഴുകിയത്. എന്താടാ ഇങ്ങനെ കാണിച്ചത്? അർജുനെ പേടിച്ച്. അർജുൻ ഒന്നും ചെയ്യത്തില്ലായിരുന്നല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ കാണിച്ചത്? ബിന്ദമ്മയുടെ കാലെ കടിച്ചത്. കടിക്കുമോ? മാന്തി തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് നിന്നെ തൊടാൻ പേടിയാ. എത്ര ഇഞ്ചക്ഷനാണെന്നറിയോ ഇന്നലെ? ഇന്നലെ മുറിവിൽ തന്നെ 6 ഇഞ്ചക്ഷൻ എടുത്തു, ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ വേറെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 5 ദിവസം എടുക്കണം. എന്തൊരു പണിയാണ് കുഞ്ഞായി നീ ഞങ്ങൾക്ക് തന്നത്. നിന്നെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് തന്ന പരിപാടിയാണോ ഇത്? പകരം നീ പേടിച്ചിട്ടാവാം ഒക്കെ തന്നെ. എന്നാലും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിനക്ക് മാറിക്കൂടായിരുന്നോ ഒന്ന്? ആ വഴി തന്നെ ഇരുന്നിട്ടല്ലേ? കുറ്റബോധം ഉണ്ടല്ലേ നിനക്ക്? ഉണ്ട് കുഞ്ഞായി? കുഞ്ഞായി അറിയാത്ത പോലെ. മുത്തേ എന്തിയാ നിൻ്റെ കുഞ്ഞുങ്ങളെ? ഇനി കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലാതെ നിനക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും തരില്ല കേട്ടോ. കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ടോ? കുഞ്ഞുങ്ങളെന്തേ? കുഞ്ഞുങ്ങളെ കാണിക്കാതെ വിളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ. എൻ്റെ മുകളിൽ ചേരാൻ ഇരിപ്പുണ്ടല്ലേ? കേട്ടോ, ഒന്നും അറിയാത്ത മാതിരി അവൾ ഇവിടെ വന്ന് സൂചിച്ചിരിക്കുകയാണ്. പിള്ളേരെ നോക്കാൻ കഴിയത്തില്ല അല്ലേ? മുത്തേ എന്ത് മുത്തുവേ ഉറക്കം വരുന്നുണ്ടോ മുത്തിന്? ചോടാ കുഞ്ഞായി, ഡാ നീ എന്നെ കടിക്കുവോടാ? കടിക്കുവോ എന്നെ? ഒന്ന് കടിക്കുവോ? ഒന്ന് കടിച്ചു നോക്കടാ. ഒയ്യോ, കടിക്കുന്നില്ലേ? ഞാൻ വേണ്ട അവിടെ ഇരുന്നു. മുത്തേ കുഞ്ഞായിച്ചേട്ടൻ്റെ ഇന്നലത്തെ പരിപാടി അറിഞ്ഞോ നീ? കടിച്ച് തൂങ്ങി ബിന്ദമ്മയുടെ കാലയിൽ. കുടഞ്ഞിട്ടും പോകത്തില്ലായിരുന്നു. പേടിയാണോ? എന്നെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ. കുഞ്ഞായിച്ചേട്ടനെ കടിച്ചിട്ടും പോവില്ലായിരുന്നു. അവസാനം എന്താ ചെയ്തെന്നറിയാവോ? കാല് കുടഞ്ഞിട്ടും പോകത്തില്ലായിരുന്നു. കടിച്ച് തൂങ്ങി കിടക്കുക. എന്ത് ചെയ്യാനാ?